RS 200 ബജാജ് സൈലന്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. വാട്ട്സ് ന്യൂ ഓൺ RS 200 2025. പുതിയ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വന്നു. അവിടെ പക്ഷെ കുറച്ചെങ്കിലും ഡിസൈനിൽ ഒന്ന് ട്വീക്ക് ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ RS 200 ഫാൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ആ RPM മീറ്റർ മാറി ഇപ്പോൾ അത് ഡിജിറ്റൽ ആയിട്ടാണ്. അതൊക്കെ എന്തായാലും മച്ച് നീഡ് അപ്ഡേറ്റ് ആണ്. അത് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും ഞാൻ അവിടെ ഒരു സ്ക്രീനൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതൊക്കെ ഇനി ബജാജ് എന്നാണ് അവ കൊണ്ടുവരാൻ പോകുന്നത്. പിന്നെ RS 200 പണ്ടത്തെ ആ ഒരു ടൈലൈറ്റ് അത് പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനൊരു മാറ്റം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ എനിക്കും അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല എന്ന് പറയാം. പിന്നെ വന്നിട്ടുള്ള മാറ്റം കളർ സ്കീമിലും ഗ്രാഫിക്സിലും മാത്രമാണ്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും RS 200 ഇല്ല. സെയിം എഞ്ചിനാണ്, സെയിം ടെലിസ്കോപ്പ് ഫോർക്കാണ്. അത്യാവശ്യം USD ഫോർക്കെങ്കിലും കൊടുക്കാമായിരുന്നു. ഫുള്ളി ഫയർഡ് ബൈക്സിന്റെ മാർക്ക് ലീഡറായ R15, സുസുക്കി ജിക്സർ SF 150, 250, കരീഷ്മ SMR, TVS RR 310 ഒക്കെയും ഇതിന് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. അതിലൊക്കെ നോക്കുമ്പോൾ എന്തായാലും ഒട്ടും മോശമല്ല RS 200 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇറ്റ്സ് മിസ് നിതിൻ ഓൺ മില്യൺ ഡ്രൈവ്സ്.